കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ട്രെയിൻ ലൈഫാണ്. ശിവാജി മഹാരാജ് ഷെയറിംഗ് ഓടാണ്. ഷെയറിംഗ് 20 രൂപക്കാണ് ഇവിടം വരെ എത്തിയത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നിറങ്ങിയപ്പോൾ ലേറ്റായി. ഇന്നിറങ്ങിയപ്പോൾ 3-3:30 മണിയായി. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യാനും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത പരിപാടിയാണ്. അങ്ങനെ സമയം പോയി. പിന്നെ ഇന്നലെ ഓൾറെഡി നമ്മൾ കവർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി. ഇന്ന് കാർ മാർക്കറ്റാണ്. അവിടെ നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതുകൂടാതെ ട്രെയിനിൻ്റെ ശബ്ദം, നമ്മളിപ്പോൾ മെട്രോയിലാണ്. അപ്പോൾ പർച്ചേസ് ഉണ്ട്. അതുകൂടാതെ അവിടെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കണക്ഷൻസ് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അതിനും കൂടെയാണ് ഇപ്പോൾ കാറിലേക്ക് വന്നത്. ഇപ്പോൾ 3 മണി 3:30 മണിയായി. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി പരിപാടി നമുക്ക് നോക്കാം. വാ. ഇതിന് മുമ്പ് നമ്മൾ വന്നത് കുറച്ച് കഴിഞ്ഞ കൊല്ലം വന്നതാണ് പർച്ചേസിന്. അതിനുശേഷം ഇപ്പോഴാണ് വന്നത് രണ്ടാമത്. എനിക്ക് കണ്ണട വെക്കണം എന്തിനാണ്? നമ്മൾ മാർക്കറ്റിലുണ്ടായി. കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്ന ഷോപ്പുകളാണ്. നമുക്ക് കയറി നോക്കാം. ബ്രോ एक साल पहले आया इधर. नहीं कोल्लालड़ी है. इम्पोर्टेड ഈ ഏരിയയിൽ ഫുള്ള് ചൈന ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. ഞാൻ തുടക്കത്തിൽ വന്ന് പർച്ചേസ് ചെയ്തതിന് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. നമ്മളെ കസ്റ്റമേഴ്സ് ഇമ്പോർട്ടഡ് ഒന്നും നമുക്കങ്ങനെ ഇമ്പോർട്ടഡ് ഒന്നും പോകാത്തതുകൊണ്ട് ഐറ്റംസൊക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒന്ന് കാണിച്ചു തരാം. ഒക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ അടിപൊളി. വാഷിലും പ്രിന്റിലേക്കാണ് കൂടുതലും തന്നെ ഇതേപോലത്തേക്ക്. തുറന്നു ഫ്രണ്ട് സ്ട്രൈറ്റ് ആണ്. നമ്മള് ആദ്യം കൊണ്ടുപോയാണ്. കഴിഞ്ഞ വർഷം കൊണ്ടുപോയ ഫാബ്രിക് ചെയ്തതിന് ഫാൻസ് ഉണ്ട്. ഈ ചൈനയുടെ പ്രൊഡക്ഷൻ തന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം കാണാൻ പറ്റില്ല. ഡെനിംസ് ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് ആ ഫീല് മനസ്സിലാവും. ഇവിടെ ഒരു തുർക്കിയുടെ ഫാബ്രിക് ഉണ്ട്. അതായത് ഒരു തുർക്കിയുടെ ഫാബ്രിക് ഓപ്പൺ. അവിടെ പണ്ടെന്ന് വന്നേ ഒന്ന് വന്ന് നോക്കാം. അവരുടെ കോസ്റ്റും ഭയങ്കര ചൈന ഇമ്പോർട്ടഡിനേലും കോസ്റ്റാണ്. ചൈന ഇമ്പോർട്ടഡിനേലും നമുക്ക് കയറി നോക്കാം. തുർക്കി टी-शर्ट नहीं है भाई. टी-शर्ट नहीं, अभी माल नहीं है. ഇതാണ് തുർക്കി ഫാബ്രിക്. ചൈനയിലും ക്വാളിറ്റിയാണ്, റേറ്റും ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഒരു പഴയ പോലെ പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പുള്ളി കണ്ടില്ല, ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ചൈനയിലും ക്വാളിറ്റിയാണ് എല്ലാം. ഒരു പരിപാടി ഏകദേശം നിർത്തി തോന്നുന്നു. നല്ല നല്ല സാധനങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ കുറേ അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല. നല്ല പ്രീമിയം ഡെനിം വേണ്ട. ഇതൊക്കെ തുർക്കി മെയ്ഡാണ്. ചൈന അല്ല, തുർക്കി. നല്ല പ്രീമിയം ഡെനിം. അത് ഫീൽ ചെയ്ത് തന്നെ നോക്കണം. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. ഫീൽ ചെയ്ത് തന്നെ നോക്കണം. നല്ല പ്രീമിയം അല്ലാതെ ബട്ടനാണെങ്കിലും റിവെറ്റാണെങ്കിലും എല്ലാം ഒരു നല്ല പ്രീമിയം. കാരണം ഇന്ത്യ മെയ്ഡിൽ ഈ സാധനമൊന്നും വരില്ല. കണ്ടില്ലേ? ഒരു ഭയങ്കര ഒരു പ്രീമിയം ഫീൽ. ഇതൊക്കെ ഇത് തന്നെയാണോ? തുർക്കി തന്നെയാണോ? ചൈനയാണത്? ये चाइना है भाई, ये भी तुर्की है. सब तुर्की. हमारे यहाँ पूरा तुर्की है. तुर्की आइटम हम लोग नहीं रखते. फुल तुर्की आइटम. तुर्की आइटम
മെറ്റീരിയൽ തന്നെ അവന്റെ ഫ്ലോയിങ് മെറ്റീരിയൽ. तुर्की में भी आता है, इंडियन में भी आता है, ആ कॉपी करते ना बाद में। ആ ഹാ ഹാ നൈസ് അടിപൊളി. में आता है आरएमबी में आता है। हाँ, ये जो टर्की का है डॉलर में आता है, आरएमबी में वो आता है। आरएमबी में आता है, ഓ इसलिए सस्ता रहता है। और उसमें क्या ऑप्शन देता है, ആ जैसे सी में डाल देते हैं ना और कम में आता है, ആ मतलब सी में डालेगा तो 3 महीना बाद माल मिलेगा। हाँ शिप में आएगा तो ज्यादा आएगा, एयर कार्गो आएगा तो महंगा आएगा। कार्गो में डालो तो महंगा आता है, सस्ता आता है। हाँ हाँ और जो डायरेक्ट जल्दी लेके आओ फास्ट में, एयर कार्गो में महंगा आता है, हाँ। वो सब सामान बेस है महंगा है। एयर कार्गो तो किलो के हिसाब से ना, किलो के हिसाब से आता है। शिप में आएगा तो जो तुम बड़ा वाला सामान भी लेके आओ तुमको फायदा ज्यादा कमा सकते। शिप में तो इतना है ना, कम में 300 मतलब 7500 में 30 kg आसान से आएगा। आराम से 7000 में ये तो डबल आएगा, 14000 में 15000 आएगा एयर कार्गो में। സാധനം ഞാൻ എടുത്താലോന്ന് ആലോചിക്കണം. അയാൾ എനിക്ക് കട്ട് സൈസ് തരാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. बीच ठीक है, ये क्या चीज है, ये क्या चीज है? पूरा तुर्की है अपने इधर, होली है। ഇതാണ് സാറേ ബംഗു ലേബൽ അടിച്ച് വന്ന സാധനമാണ്. കാണിച്ചു തന്നു. ഇവൻ പറയണത് ഫുള്ള് ലേബൽ അടിച്ച് വരുന്ന ഇറ്റലി എന്നൊക്കെ പറഞ്ഞത് ബംഗ്ലാദേശ് മേഡാന്ന് അവൻ പറയണം. ഇതിനെ പറ്റി കുറച്ച് ഐഡിയ ഉണ്ട്. ഇത് ഫാബ്രിക് വർക്ക്, ഇത് ടെറി. പക്ഷെ ഇതല്ല വേറെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കുറേ അവിടെ കണ്ടില്ല ചൈനയുടെ സാധനം, ആ അതും ടെറിയാണ്. ടീഷർട്ടൊക്കെ ഹോൾസെയിൽ റേറ്റ് 1800 1900 ഒക്കെയാണ് ഇവർ പറഞ്ഞത് അന്ന് വന്നപ്പോൾ. ഇപ്പോൾ ഒരു പെരുന്നാളായിട്ട് ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈറ്റ് ഒന്നും വന്നില്ല. ഫ്ലൈറ്റ് വരാത്തതുകൊണ്ട് സ്റ്റോക്കില്ല എന്ന് പറയണം. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങളെ കാണിക്കാൻ ഇരിച്ചു വന്നാണ്. ഇത് 2 പ്രൈം 1200 रुपये 12 പിന്നെ 1200. 1200 ഹോൾസെയിൽ റേറ്റ്. അവിടെ ഇത് ഞാൻ എടുക്കുമ്പോ എത്രയെന്ന് അറിയും പറയണോ? കുഴപ്പമില്ല, വേണ്ട. അപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് കയറിയെന്നുള്ളൂ. നമുക്ക് പതിയെ ഇറങ്ങാം. സംഭവം ഇവിടെ സ്റ്റോക്ക് കാണിക്കാനായിട്ടൊന്നുമില്ല, കുറച്ച് പീസൊക്കെ ഉള്ളൂ. അവരുടെ അവിടെ ഫ്ലൈറ്റൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും. അപ്പോൾ നമുക്ക് പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാം. ലേഡീസിൻ്റെ ഒക്കെ നല്ല ഇമ്പോർട്ടഡും അല്ലാതെ എല്ലാം ഉണ്ട്. ലേഡീസിൻ്റെ മാത്രമുള്ള ഏരിയയാണ്. കൊള്ളാം, അടിപൊളിയാണ്. ഇതൊക്കെ ഓക്കെ. പർച്ചേസ് ചെയ്യാനായിട്ടൊന്നും കിട്ടിയില്ല. കാരണം ഒരു അന്ന് വന്ന പോലത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഫുൾ ഇമ്പോർട്ടഡ് അതിൻ്റെ സാധനങ്ങളാണ്. നമ്മുടെ കടയിൽ അധികം മൂവ് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും എടുത്തില്ല. നമുക്കിപ്പോൾ ഒരു ഫുഡും കഴിച്ച് പതിയെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ 1-2 സ്ഥലത്തൂടെ പോകും. എന്നിട്ട് നമുക്ക് നോക്കാം. ഭയങ്കര ഫേമസ് ചായയാണ്. മൺകലത്തിൽ അവർ സ്റ്റൗവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റൗവിലാണ് അവർ ചായ അടിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ക്രൗഡാണ്. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ഇടിയായിരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി ലൈറ്റിംഗ് ഒന്നുമില്ല, ഒരു ഉഷാറില്ല. അപ്പോൾ അവിടെ ചായ അടിക്കാം. നല്ല ഫേമസ് ചായ. നല്ല ഇതാവല്ലേ കൊണ്ട